ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചിട്ട് ഒരു ഇഫ്താരി തന്നെയാണ് എടുക്കുന്ന നോമ്പ് തുറന്നതിന്. പക്ഷേ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. എൻ്റെ ഫാമിലി മെമ്പറെടുക്ക പോയതിന് നോമ്പ് തുറക്കാൻ. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇവിടെ കുറച്ച് കച്ചറ കാണുന്നത് വേറൊന്നല്ല, ഞാൻ അടിച്ചു വരുന്ന ചോട്ടു അവിടെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ അടിച്ചു വാരല് പോയി. ഒരു കുഞ്ഞ് റൂമാണ് എൻ്റെ റൂം. പക്ഷേ ഇവനെ കൊണ്ട് എല്ലാ പണിയും കുറേ സമയം പിടിക്കും. അങ്ങനെ അടിച്ചു വാരലും തുടക്കലെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പോവാൻ നോക്കുന്നതിനും അപ്പോൾ പോവാൻ സമ്മതിക്കുന്നില്ല. നമ്മളവിടെ കൂട്ടി പോവാന്നെല്ലാം വിചാരിച്ചതിന് ചോട്ടുനെയും കൂടി കൂട്ടാൻ വീട്ടിലൊറ്റക്കാക്കണ്ട. അപ്പോൾ അവിടെ ഓൾറെഡി 2 പൂച്ചകളുണ്ട്. പിന്നെ 2 പൂച്ചകൾ വിരുന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിന് 2 കുട്ടികളുണ്ട്. അവിടെ ഒരു പൂച്ച മഹാസമ്മേളനേനു. അങ്ങനെ ഇപ്പം ഞാനും മോൻ്റെ കൂടിയാണ് പോകുന്നത്. ഹസ്ബൻഡും മോളും ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം അവിടത്തേക്ക് പോകുന്ന അവിടെ എത്തുമ്പം തന്നെ ഒരാൾ വന്നിട്ട് ചെക്കാക്കുന്നുണ്ട്. ഇതാര് വന്ന് പുതിയ ആൾക്കാർ. ഇതൊക്കെ ഉണ്ടാ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, ന്യൂ ബോൺ ആണേ. ഒരാൾ കണ്ണ് തുറന്നിട്ടില്ല, ഒരാൾ കണ്ണൊക്കെ തുറന്ന ദേശക്കാരനാണ്. ഇതിപ്പോൾ അവിടെ വിരുന്ന് വന്ന 2 പൂച്ചകളാണ്. അതിലൊരാളെ കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ പൂച്ചൻ്റെ കാണിക്കാനാണോ ഇഫ്താരിയാണോ വീഡിയോ എടുത്തതെന്ന് ഇപ്പം എനിക്കറിയില്ല. എൻ്റെ മോളെടുത്ത വീഡിയോ ആണെന്നൊന്നും കംപ്ലീറ്റ് ഇല്ല. അവളെവിടെ പോയാലും ആദ്യം പൂച്ചേനെ കണ്ടാൽ പിന്നെ അങ്ങോട്ടേക്കേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒക്കെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇത് പോള്, ഇതവിടെയുള്ള പൂച്ചയാണ്. അങ്ങനെ പൂച്ചക്കഥകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇഫ്താരി നോമ്പുറേണ്ട സമയമായി. അപ്പോൾ ഓരോന്നിങ്ങനെ എടുത്ത് കൊണ്ടാക്കുന്ന നമ്മൾ. ഇതിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വീട്ടിലേനു നോമ്പ് തുറ. അങ്ങനെ കുട്ടികൾ ഓരോന്നെടുത്ത് ഉണ്ടാക്കുന്ന ചിക്കു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ തലശ്ശേരി കണ്ണൂർ സ്റ്റൈൽ ഉന്നക്കായ, ഇറച്ചിപ്പത്തിരി, മുട്ടപ്പോള, പിന്നെന്തേലും ഉണ്ടായിരുന്നു കട്ട്ലേറ്റ്. അങ്ങനെ അതൊക്കെയായിരുന്നു സ്നാക്സ്. പിന്നെ ഇതാ പൂച്ച വന്നിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് ആക്കി തന്നത് മോളാണ്. അതിന് ശേഷം ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, ഇതിപ്പോൾ പൂച്ചേനെ പറ്റിയാണോ പറയേണ്ടത്, നോമ്പോറേനെ പറ്റിയാണോ പറയേണ്ടത്, എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് പിന്നെയും പൂച്ചകളിലേക്ക് പോയിട്ടുണ്ട്. ഇത് വിരുന്ന് വന്ന പൂച്ചയാണേ. ഇതിപ്പോൾ മോള് ഫുഡ് കൊടുക്കുന്ന. അങ്ങനെ എന്തോ കഴിക്കാൻ കൊടുത്തതാണേ. കയ്യിൽ അത് കഴിച്ചിട്ടുണ്ട് ആൾ. ഇതിൻ്റെ പേര് കുക്കി എന്നാവുമല്ലോ. പിന്നെ ഒന്നിൻ്റെ പേര് മിമോസ, സമോസ എന്നെല്ലാം പറയും എൻ്റെ ഹസ്ബൻഡ്. അപ്പം ഞാനിങ്ങനെ മോളോട് ചോദിക്കും, ഇഫ്താരിൻ്റെ നോമ്പോറിൻ്റെ വീഡിയോ എടുത്തും പൊന്നോ ചോദിക്കുന്നുണ്ടേനു. ഒറ്റ വീഡിയോ ഇല്ല. നോമ്പോർക്ക് പോയിട്ട് അവൾ പൂച്ചകളെ വീഡിയോ എടുത്തിൻ്റെ മോള്. അപ്പോൾ ഇനി എന്താ പറയണ്ടതെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് മൊത്തമായിട്ടുള്ള പൂച്ചകളാണ്. ഇനി ഒരാളുണ്ട് പോള്. അപ്പോൾ ഓനെ വാക്കിങ്ങിന് കൂട്ടി പോകണം. രാത്രിയാകുമ്പോൾ എപ്പം നടക്കാൻ പോകണം എനിക്ക്. അതിന് വേണ്ടിയിട്ട് ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ്. ബെൽറ്റൊക്കെ കെട്ടി റെഡിയാക്കിയിട്ട് അവൻ ഇവരെ കൂട്ടി നടക്കും. അവനാണ് മുന്നിൽ നടക്കുക. റോഡിന്മേലൂടെ രാത്രി ഇങ്ങനെ നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറെ പൂച്ചകളില്ലേ, നാടൻ കണ്ടൻ പൂച്ചകൾ, അവരെ അറ്റാക്ക് ചെയ്യും ഇവൻ്റെ മേലെ. അതുകൊണ്ടൊരു പേടിയാണ് കൂട്ടി പോകുമ്പോൾ. മൂപ്പരിങ്ങനെ സ്പീഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൂച്ചകളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ 3 പേര് ജ്യേഷ്ഠനിമാരെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഞാനെടുത്തു, ഒന്നെൻ്റെ 2 ഏട്ടന്മാരുടെ ഭാര്യമാരും വാങ്ങി. അങ്ങനെ 3 ഡ്രസ്സ് നമ്മൾ അതിൽ നിന്നെടുത്തു. പെങ്ങളും ഒരു ഡ്രസ്സ് എടുത്തിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മോന് വേഗം വന്നിട്ടുണ്ടായിരുന്നു. തറാവിയ നിസ്കരിക്കാൻ ഇവിടെ തന്നെയാണ് പോവുക. നമ്മളെ വീടിൻ്റെ അടുക്കുള്ള പള്ളിയിൽ തന്നെയാവും പോവാറ്. അപ്പോൾ അവനിക്കുള്ള ഡബ്ബയും കൊണ്ടുവന്ന് ബിരിയാണീൻ്റെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ.